വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ബീഫ് ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ പുതിയതായി കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമേ തന്നെ നമുക്ക് ഇവിടെ 1 കിലോ ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ ഞാൻ ഇവിടുത്തെ ഒരു 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആവശ്യത്തിനുള്ള എരിവുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂണ് ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വേണ്ട ഉപ്പ്. പിന്നെ നമ്മളിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീഫിലേക്ക് നന്നായിട്ട് മസാലയെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് വെള്ളം ഒട്ടും ചേർക്കുന്നില്ല. കാരണം വേകുന്ന സമയത്ത് നന്നായിട്ട് ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും. കുക്കറിൻ്റെ അടപ്പ് വെച്ചടച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 7-8 വിസിൽ വരുന്നതിന് വേണ്ടി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ബീഫൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുത്തത്. എന്നിട്ടും കുറച്ച് വെള്ളം അധികം ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വറ്റിച്ചെടുത്തു. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങക്കൊത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങക്കൊത്തൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നതിന് വേണ്ടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തേങ്ങത്തൊക്കെ ചെറിയ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്കൊരു 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കൊച്ചുള്ളി, ചെറുതായി അരിഞ്ഞ കൊച്ചുള്ളി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് വഴന്ന് വരുന്നതിന് വേണ്ടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കൊച്ചുള്ളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത് ഇനി ഇത് ഡീപ്പ് ഫ്രൈ ആകുന്നതിന് വേണ്ടി നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഫൈനലായിട്ട് ഇതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പെരുംജീരകം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ആദ്യമേ ഗരം മസാല ചേർത്ത കൂട്ടത്തിൽ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്തായതുകൊണ്ട് അതിനകത്ത് ആവശ്യമായ പെരുംജീരകത്തിൻ്റെ ഇതും കൂടെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എക്സ്ട്രാ പെരുംജീരകം ചേർക്കുന്നില്ല. അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് പെരുംജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ബീഫ് ഫ്രൈ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.